ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. എസ്കെ നമ്മൾ നേരത്തെ വയനാട് വലിയ ആവേശത്തിനൊടുവിൽ നമ്മളവിടെ പോയതാണ്. അപ്പോൾ ഞാൻ രാവിലെ തള്ളി എസ്കേൻ പോളിംഗ് ശതമാനം കുത്തനെ ഉയരാൻ പോകുന്ന എസ്കേ എന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. പക്ഷേ വൈകിട്ടായപ്പോഴേക്കും വല്ല സലീം കുമാർ പറഞ്ഞതുപോലെ പടക്കക്കട ഹദാഹുവ എന്ന് പറഞ്ഞ പോലെ കുത്തനെ ഇടിഞ്ഞു. എന്നാൽ പാലക്കാട് ഉണ്ടാവില്ല എന്ന് തന്നെ വേണം വിചാരിക്കും. കാര്യം രാവിലെ മുതൽ തന്നെ വലിയ നിരയുണ്ട്. നമ്മുടെ പിരായിരിയിൽ അശ്വിൻ പാലാഴി ഉണ്ട്. അശ്വിൻ പാലാഴി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹാഷ്മി. പിരായിരി VMUP സ്കൂളിലാണുള്ളത്. അവിടെ എന്തായാലും വോട്ടർമാരുടെ വലിയ നിര തന്നെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. 4 ബൂത്തുകളാണ് ഈ VMUP സ്കൂളിൽ ഉള്ളത്. എന്തായാലും വളരെ ആവശ്യത്തോടുകൂടി തന്നെ ആളുകൾ എത്തുന്നുണ്ട്. ചേട്ടാ, എവിടുന്ന് വരുന്നത്? അവിടുന്ന് തെരുവോക്കാണ്. ഒരു സംശയം കൂടെ, ഈ പിരായിരിയാണോ പിഴാരിയാണോ എന്താണ് ശരിക്കും പറയുക? പിരായിരി. എസ് കെ എൻ അതിനും കൂടി ഒരു സംശയം തീർത്തുകൊണ്ടുണ്ട്. അവർ പറയുന്നത് പിരായിരി തന്നെയാണ്. പലരും പല വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ ആവശ്യത്തോടെ വോട്ടർമാരെത്തുന്നുണ്ട്. ഒരുപാട് ബൂത്തുകളിൽ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. എന്തായാലും പിരായിരി എന്ന് പറയുന്നത് UDF-നെ പണ്ട് മുതൽ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 6000-ലധികം ഭൂരിപക്ഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ മാത്രം UDF-നെ ലഭിച്ചൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി കൂടി, ഒരു പഞ്ചായത്തായി കൂടി പിരായിരി മാറുകയാണ്. സ്കാൻ എന്തായാലും വളരെ ആവശ്യത്തോടു കൂടി വോട്ടർമാർ എത്തി തുടങ്ങുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ ആഷ്മി, കണ്ണാടിയിൽ നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. കണ്ണാടി കാണുന്നുണ്ടോ അല്ലേ? അതെ, കണ്ണാടിയിൽ വോട്ട് കാണുന്നുണ്ടോ ശ്രീജിത്ത്? അവിടെ രാവിലെ 5:30 6 മണി ആയപ്പോഴത്തേക്ക് അങ്ങനെ വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല. ക്യൂ തുടങ്ങി അവിടെ ശ്രീജിത്ത്? കണ്ണാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം, കണ്ണാടി മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത്. ഇവരുടെ മുഖം കണ്ടാൽ അറിയാം ഇവർ കാര്യമായ രീതിയിൽ വോട്ട് ചെയ്യാൻ വന്ന ആളുകളാണ് എന്ന് മുഖം കണ്ടാൽ അറിയാം. എന്തായാലും കണ്ണാടി കൃത്യമായ രാഷ്ട്രീയ പ്രതിബിംബം കാണിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. അത് ഒരു ചുവപ്പിൻ്റെ രാഷ്ട്രീയ പ്രതിബിംബം തന്നെയാണ് പരമാവധി ഈ എല്ലാ കാലത്തും കാണിക്കാറുള്ളത്. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് കൂടി സ്നേഹം കാണിച്ച ചില മേഖലകൾ കൂടിയുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും വളരെ വലിയ ശക്തി കേന്ദ്രത്തിൽ, ഇടത് ശക്തി കേന്ദ്രത്തിൽ കനത്ത പോളിംഗ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന തരത്തിലേക്കാണ് ഈ പറയുന്നത് പോലെ വോട്ടെടുപ്പ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 168, 169, 170, 171 അങ്ങനെ 3 ബൂത്തുകൾ ഇവിടെയും. തൊട്ടപ്പുറത്ത് ABUP സ്കൂളാണിത്. ഇതാ കണ്ടോ, ഒരു വയസ്സായ ഒരു ഉമ്മയെ കൊണ്ടുപോവുകയാണ് വോട്ട് ചെയ്തതിന് ശേഷം. ഉമ്മ, വോട്ട് ചെയ്തോ? എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? നിറയെ വന്നിട്ടുണ്ടല്ലേ? എത്ര വയസ്സായി ഉമ്മയ്ക്ക്? 90 വയസ്സായി. പേരെന്താ? സാറാമ്മ. അപ്പൊ സന്തോഷായോ വോട്ട് ചെയ്തപ്പോ? ശരി. ഉമ്മ വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. അത് അവരെ നാട്ടുകാരും പ്രവർത്തകരും ഒക്കെ കൂടി വോട്ട് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ആളുകളുടെ ഒരു വലിയ നിര SKN കണ്ണാടി രാഷ്ട്രീയ ചിത്രം, രാഷ്ട്രീയ നിറം പോലെ തന്നെ കണ്ണാടിയിൽ വലിയ തോതിൽ ആളുകളുടെ ഒരു നിര നമ്മൾ ഈ 167, 168, 169, 171 ബൂത്തുകളിൽ കാണുന്നുണ്ട്. നമുക്കിനി അതിർത്തി പ്രദേശത്തേക്ക് പോകണം. അവിടെയാണ് വ്യാജ വോട്ട് അല്ലെങ്കിൽ ഇരട്ട വോട്ട് എന്ന തരത്തിലുള്ള ആക്ഷേപമുള്ളത്. കൊടുമ്പ് പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും തമ്മിൽ ചേരുന്ന പ്രദേശം. ഒരു റോഡിന് അക്കരെ കൊടുമ്പ് പഞ്ചായത്തും ഇപ്പുറം കണ്ണാടി പഞ്ചായത്തുമാണ്. അത് കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറാണുള്ളത്. അവിടെ വോട്ട് ചേർത്തു, 38 വോട്ടോളം വ്യാജ വോട്ട് ചേർത്തു എന്ന ആക്ഷേപമാണുള്ളത്. എന്തായാലും അത് ആ മേഖലയിലേക്ക് കൂടി ഒന്ന് കടന്നു ചെല്ലണം. എന്തായാലും കണ്ണാടിയിൽ കനത്ത പോളിംഗ് അതിനിടയ്ക്ക് നമ്മുടെ യൂട്യൂബിൽ അഭിലാഷ് പന്തളം ചോദിക്കുന്നു, വേറെ വാർത്തയൊന്നും ഇല്ലയോ? അങ്ങനെയാണ് വേറെ ചാനൽ തേടി പോയാലോ എന്ന് ചോദിക്കും. ഒരു കാര്യമില്ല, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും പാലക്കാട് മാത്രം. അപ്പോൾ അതിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതല്ല. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുട്ടിന് വീരാന്നുള്ള നിലയിൽ മറ്റുള്ള വാർത്തകൾ കൂടി പരിശോധിക്കുക. മാത്രമല്ല, അടിയന്തരമായി വരുന്ന ഒരു വാർത്തയും നമ്മൾ അവഗണിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ താല്പര്യം പ്രേക്ഷകർക്കറിയാം. അതുമാത്രമല്ല, എത്ര കൂടുതൽ വാർത്തകൾ നമ്മൾ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ ജനാധിപത്യപരമായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ചെയ്യുക, അല്ലേ? കമന്റ് ചെയ്താൽ ആ കമന്റിൽ പറയുന്ന കാര്യങ്ങൾ അച്ചട്ട് വോട്ടിന്റെ ഇടയിൽ നമ്മൾ വലിയൊരു സംഭവമാണ് നടക്കുന്നത്. നമ്മൾ അതിനെ വില കുറച്ച് കാണേണ്ട. രാഷ്ട്രീയമായി മാത്രം ഇതൊരു പ്രസ്റ്റേജ് സെലക്ഷനായി ഇത് മാറ്റിക്കഴിഞ്ഞു. ഇത് അങ്ങനെ മാറിയതിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു റോളുണ്ട്, ചെറുതല്ലാത്ത റോളുണ്ട്. നമ്മൾ ശരിക്കും കുറച്ച് തള്ളാതെ തള്ളി ഇതൊക്കെ ചെയ്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്.